നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ബാലേന്ദ്രനും അലീനയും കൂടെ കോടതിയിലേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ബബിത മാത്രമേ ഉള്ളൂ വീട്ടില്. അങ്ങനെ ബബിത കഥ ഒക്കെ പോയി അടച്ചിരുന്നിങ്ങനെ ആലോചിക്കുവാണ്. ഒരു പക്ഷേ രോഹിത്തേട്ടൻ ഇന്ന് ജാമ്യത്തിൽ വിടുവോ എന്നൊന്നും അറിയത്തില്ല. അമ്മയൊന്ന് വിളിച്ചേക്കാന്ന് കരുതിയിട്ട് വൈജയെ വിളിച്ചു. വൈജയെ വിളിച്ചപ്പം വൈജ ചോദിച്ചു, എന്താടീന്ന് ചോദിച്ചു. അമ്മേ, അച്ഛനും പിന്നെ അലീനയും കൂടെ കോടതിയിലേക്ക് പോയേക്കോ. എന്തിനാ? ഇന്ന് അമ്മ രോഹിത്തേട്ടനെ കോടതി ഹാജരാക്കുന്നേ. കോടതിയിലോ? അതെ, ഐഡന്റിക്കൽ പരേഡിന് വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പം വൈജയ്ക്ക് ഭയങ്കര ടെൻഷനായി. വൈജി ചോദിച്ചു, അല്ല എന്തെങ്കിലും ബാലേന്ദ്രനെ പറയോ മറ്റോ ചെയ്തോ? ഒന്നും പറഞ്ഞില്ല. ഇന്നറിയാം, ശരണ്യെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലമ്മേ എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ബബിത കോള് കട്ട് ചെയ്തിട്ട് വൈജയ്ക്ക് ടെൻഷൻ അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. പിന്നീട് വൈജ നേരെ കമലയെ വിളിക്കുന്നുണ്ട്. കമലയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ശിവേട്ടനൊക്കെ കോടതിയിലേക്ക് പോയോന്ന് ചോദിച്ചു. പോയി. എന്താ വൈജയെന്ന് ചോദിച്ചു. അല്ല ഞാൻ ചോദിച്ചാ കമലടുത്തി, ഇന്ന് അവർക്ക് ജാമ്യം വല്ലത് കിട്ടുമോ? അവർ പുറത്തിറങ്ങുമോന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല വൈജയ്. അവർ പോയിട്ടുണ്ട്, വക്കീലിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് എവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നേ. മനു ശിവേട്ടനും കൂടെ നേരത്തെ പോയിരിക്കണേന്ന് പറഞ്ഞു. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്നും അറിയത്തില്ല. ആ പെണ്ണ് ഹരിയെ രോഹിത്തിനൊന്നും തിരിച്ചറിയാതിരുന്നാൽ മതിയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കുമോ കമലടുത്തി? കമലടുത്തി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഒരു പ്രതീക്ഷ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വൈജയ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ബന്ധുക്കാരുടെ മുന്നിൽ പോലും തലയുർത്തി പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി അവൻ ഇതിൻ്റെ പേരിൽ ജയിലിലും കൂടെ പോയി 10-15 വർഷക്കാലം ജയിലിലും കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുടുംബത്തിന് അന്തസ്സും അഭിമാനവും പോയി, കുടുംബം തന്നെ നശിച്ചു പോയില്ലേന്നൊക്കെ പറഞ്ഞു. കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് കമല കോള് കട്ട് ചെയ്യുന്നത്. കമലയ്ക്ക് അങ്ങ് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹരി രക്ഷപ്പെട്ടില്ലെങ്കിൽ രോഹിത് അങ്ങനെ രക്ഷപ്പെട്ടാലോ? ഇങ്ങനൊരു ചിന്ത. ആ അലീന ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ വഴിയുണ്ട് എന്നൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കമലയുടെ മനസ്സിൽ. ഇനിയിപ്പോൾ ഹരി രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, രോഹിത് രക്ഷപ്പെടാൻ പാടില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ കിടക്കണം. ഒരുത്തൻ രക്ഷപ്പെട്ട് ഒരുത്തൻ രക്ഷപ്പെടാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പലരും നാണക്കേട് വേറെ ഇല്ല താനും. ആ സമയത്ത് ശരണ്യ കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങണം. അപ്പോഴേക്കും ശരണ്യയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നു. അവരും കോടതിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് മെമ്പർ അങ്ങോട്ട് വരുന്നത്. മെമ്പർ വന്നിട്ട് പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, കോടതി ചെന്ന് പറയേണ്ടതായ കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പോൾ പ്രഭാരം പറഞ്ഞു, ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, അതൊക്കെ അവളോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് സാറെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം, ഒരു കാരണവശാലും അവളെ മൊഴി മാറ്റി പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ശരണ്യയുടെ അമ്മ പറഞ്ഞു, അവളെ മൊഴിയൊന്നും മാറ്റി പറയത്തില്ല, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അവളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരണ്യയുടെ മുഖമൊക്കെ ആകെപ്പടവല്ലാതിരിക്കുമായിരുന്നു. കോടതിയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് ഈ പോലീസ് കോടതി കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അവിടെ അവർ കോടതി വളപ്പിലേക്ക് ചെല്ലുവാണ്. ഇതേ സമയത്ത് അലീനയും ബാലേന്ദ്രനും കോടതിയിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റില്ല, കോടതി വളപ്പിലേക്കൊന്നും പുറത്തു വയ്ക്കണം. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല. അകത്ത് കയറി വീഡിയോസ് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും ഫോട്ടോഗ്രാഫർമാരെ ഒന്നും സമ്മതിക്കത്ത് പോലില്ല. എല്ലാവർക്കും പുറത്തു വയ്ക്കാനുള്ള അവകാശം കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാരണം പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവരെയൊന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ ഒടുവിൽ അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ഇതുവരെയായിട്ടും ശരണ്യ വന്നില്ലോ എന്ന് പറഞ്ഞു. വരും മോള് ധൈര്യമായിട്ടിരിക്കുക, വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴത്തേനുമാണ് മണിശങ്കറും ശിവശങ്കരനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, എന്തായി ശിവേട്ട കാര്യങ്ങൾ? വക്കീലിനെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടു, സംസാരിച്ചിട്ടുണ്ട്. ഇനി ആ പെണ്ണിന്റെ മൊഴി പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളെന്നാ വക്കീല് പറഞ്ഞ്. ആ പെണ്ണ് എന്താ മൊഴി കൊടുക്കണമെന്ന് അറിയില്ലല്ലോ. മനു പറഞ്ഞു, അതിപ്പോ എത്ര ആലോചിക്കാനൊന്നുമില്ല, അവള് ഉറപ്പായിട്ട് ഹരിയെ തിരിച്ചറിയും, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ശിവേട്ടൻ പറഞ്ഞു, നീ നിന്റെ നാക്കൊന്നും വിളയ്ക്കാതിരിക്കടാ, എങ്ങനെയെങ്കിലും വക്കീൽ രക്ഷിക്കാനായിട്ടാണ് നോക്കുന്നവനെ, ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറയണേ. അച്ഛൻ ഞാനുള്ള സത്യമല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. ആ സമയത്താണ് രോഹിതിനെ ഹരിശങ്കറെ അവരെല്ലാം കൊണ്ട് പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പോലീസ് വാഹനം അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും ന്യൂസ് ചാനലുകാരൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ അകത്തേക്ക് കയറാനായിട്ട് അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാലും അവർക്ക് കിട്ടുന്ന പോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ട്. അവരെ കയറ്റിക്കൊണ്ട് പോകുന്ന കുറച്ച് ദൂരം മാറുന്ന കാണാനോ ബാലേന്ദ്രനൊക്കെ പറ്റുമുണ്ടായിരുന്നുള്ളൂ. കാരണം അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല. ഇന്ന് ഐഡന്റിക്കൽ പരേഡാണ്, അതുകൊണ്ട് ആരെയും സ്വാധീനിക്കുമെന്നൊരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട്
കോടതിക്കകത്തേക്ക് കയറാൻ പറ്റില്ല. ജഡ്ജും ബാക്കി 1-2 പേര് മാത്രം അവിടെ കാണത്തുള്ളൂ. കാരണം അതിജീവിതമല്ലേ മൊഴി കൊടുക്കണ്ടേ. അത് വളരെ രഹസ്യമായിട്ട് വേണം മൊഴികളും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് അവരെ അങ്ങോട്ട് കൊണ്ടുവരുന്ന കണ്ടപ്പോഴത്തേനും അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ രോഹിത്തിൻ്റെ മുഖം കണ്ടോ, അവന് വല്ലാതിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ മുമ്പ് ചെന്ന് ഈ പാവം പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ, എനിക്ക് പുറത്തിറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞേ. അതുപോലെ തന്നെയായിരിക്കും ഇന്നും അവൻ പറയാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോടതിക്ക് എന്ത് തോന്നും, അവന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ട് അന്ന് ഓർക്കില്ലേ. അങ്ങനെയാണെങ്കിൽ അവനെ അകത്ത് തന്നെ ഇടാൻ വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അതൊക്കെ ഓരോ വക്കീലിനും മിടുക്ക് പോലെ ഇരിക്കുമ്പോളെ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഉറപ്പായിട്ട് നമ്മളിന്ന് രോഹിത്തിനെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലിരുന്ന് അങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴാണ് ശരണ്യയുടെ അച്ഛനും അമ്മയും അവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്ന് ഇറങ്ങി. ഈ സമയത്ത് അലീനയ്ക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കണമെന്നുണ്ട്, അവളോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമോ എന്ന് കരുതിയിട്ടൊരു പേടി കാരണം അലീന അവിടെ ഇച്ചിരി മാറി നിൽക്കുകയാണ്. പക്ഷെ ശരണ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ശരണ്യാണ്. ഒന്ന് കാണണം, എങ്ങനെയും ഒന്ന് കാണുവാണെങ്കിൽ ഒരു സമാധാനം കിട്ടിയാനോ. ഒടുവിൽ അലീന പതുക്കെ ശരണ്യയ്ക്ക് കാണാൻ പാത്തിന് അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. ആ സമയം ശരണ്യെ കണ്ടു അലീനയുടെ മുഖത്തേക്ക് തന്നെ കുറച്ച് സമയം നോക്കിയിരുന്നു. അലീന അതുപോലെ തന്നെ. കാരണം അവർക്ക് സംസാരിക്കാനായിട്ട് ഭാഷ വേണ്ടായിരുന്നു. അവര് കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നു പറഞ്ഞ പോലെ അവർ മുഖത്തോട് മുഖം നോക്കിയെന്നു. പരസ്പരം ഒന്നും ഉരിയാടാതെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇച്ചിരി സമയം. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ ചോദിച്ചു, നീ എന്ത് നോക്കി നിൽക്കുക, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ കയ്യിലേക്ക് പിടിച്ചു. അങ്ങനെ അവളെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അലീനയ്ക്കൊരു ഇത്തിരി ആശ്വാസമായി. അവളുടെ ആ നോട്ടത്തിലെല്ലാം ഉണ്ട്. പക്ഷെ തൻ്റെ നോട്ടം അവൾ കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നേ. പാവം കുട്ടി. അങ്ങനെ ശരണി പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ ഇനി രോഹിത്തിനെ അങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും കോടതി കൂടി. ജഡ്ജ് വന്നു കഴിഞ്ഞിട്ട് ഹരിശങ്കറെ രോഹിത്തിനെ പിന്നെ 3-4 പേരെയും കൂടെ 4-5 പേരെയും കൂടെ കയറ്റി നിർത്തുകയാണ്. കാരണം അതിനകത്തുനിന്ന് വേണം തന്നെ ഉപദ്രവിച്ചാരെ ശരണ്യെ തിരിച്ചറിയാനായിട്ട്. ഐഡന്റിക്കൽ പരേഡ് അങ്ങനെയാണ്. ഒടുവിൽ ശരണ്യ അവരെ തിരിച്ചറിയാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം തന്നെ ഉപദ്രവിച്ചാരെ കണ്ട ഒറ്റ നോടത്ത് തന്നെ ശരണ്യക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. മയക്കുമരുന്ന് തന്നിട്ടാണെങ്കിലും ആ ഒരു അരണ്ട വെളിച്ചത്തിൽ അവരാരൊക്കെയാന്ന് അവരുടെ മുഖമൊക്കെ വ്യക്തമായിട്ട് ശരണ്യ ഓർക്കുന്നുണ്ടായിരുന്നു. ഹരിശങ്കർ തന്നെ ആദ്യം തിരിച്ചറിയുകയാണ്. ഹരിശങ്കർ ഇവനാണ് എന്നെ പ്രേമിച്ച് ഞാൻ പലവട്ടം ഞാൻ വിസമ്മതിച്ചിട്ട് എന്നെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയത് ഇവനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ്യ പറയുന്നുണ്ട്. അതിനുശേഷം ബാക്കി 2 കൂടെ തിരിച്ചറിഞ്ഞു. പക്ഷെ രോഹിത്തിനെ മാത്രം തിരിച്ചറിഞ്ഞില്ല. രോഹിത്തിനെ കണ്ടു പറഞ്ഞു, ഇയാൾ ആരാ എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, ഇയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ ഉപദ്രവിച്ച 3 പേരേ ഉള്ളൂ. അപ്പത്തേനും ജഡ്ജി ചോദിച്ചു, ഇതിനു മുമ്പ് 4 പേരുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അത് എനിക്കറിയില്ലായിരുന്നു 4 പേരുണ്ടെന്ന്. 3 പേരുടെ കാര്യം എനിക്കറിയണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ജഡ്ജി ചോദിച്ചു, ഇനിയിപ്പോൾ ഉള്ള പണവും മേടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറയുന്നതാണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ശരണ്യ ഇങ്ങനെ ഒരു നിമിഷം നോക്കി. പിന്നീട് ശരണ്യ പറഞ്ഞു, 3 പേര് മാത്രം എൻ്റെ മുറിയിലേക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഈ നിൽക്കുന്ന ചേട്ടൻ, അയാളെ എനിക്കറിയത്തില്ല, അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ഇത് മറച്ചു വെച്ചു എന്ന് ചോദിച്ചു. അത് അവിടെ ആ സമയത്ത് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവരും പിന്നെ കുറച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞ് സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയരുത്, 4 പേരുണ്ടെന്ന് പറഞ്ഞാൽ മതി, കേസിന് ബലം കൂടുതൽ കിട്ടാനാണ്. പിന്നെ പോരെ പൊടി പൂരം SIനെ CIA ഒക്കെ വിളിപ്പിക്കുന്നുണ്ട്. അവരെയൊക്കെ ചോദ്യം ചെയ്യണം. അവരാദ്യമൊക്കെ എതിർത്തു. പക്ഷേ എങ്കിലും പിടിച്ചു വയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ്. ഒരു കാര്യം ഉറപ്പായി, രോഹിത്തിന് ജാമ്യം കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഇനിയിപ്പം നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന രോഹിത്ത് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നതാണ്. ഇത്ര നാളത്തെ ജയിൽവാസത്തിനും പോലീസ് സ്റ്റേഷൻ കയറ്റ ഇറക്കത്തിനൊക്കെ ശേഷം അലീനയുടെ മിടുക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വൈജയന്തി കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. പക്ഷെ വൈജയന്തിക്ക് അറിയത്തില്ലോ തൻ്റെ സ്വന്തം മോൾ അലീന കാരണമാണ് ഇങ്ങനെയൊരു നല്ല സുവർണ അവസരം തനിക്ക് കിട്ടിയത്, അല്ലെ തൻ്റെ കുടുംബം രക്ഷപ്പെട്ടെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.